ഷാൻഷാരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ തന്നെയാണോ പറയേണ്ടത് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇതൊരു ജാപ്പനീസ് ലൈഫ് സ്റ്റൈൽ ഫിലോസഫിയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമായത് മാത്രം നിലനിർത്തി അതിലൂടെ സ്ഥലവും സമാധാനവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നിലനിർത്താൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഗുഡ് ബൈ പറയേണ്ടി വന്നത് ഇത്രത്തോളം ഒരുപാട് ഡ്രസ്സുകളോടാണ്. കളയാനോ കത്തിച്ചു കളയാനോ വയ്യ. ഉപകാരമുള്ളിടത്ത് ഇതൊക്കെ എങ്ങനെ എത്തിക്കാമെന്ന അന്വേഷണത്തിലൊടുവിലാണ് ഗൂഞ്ച് എന്നൊരു NGOയെ കുറിച്ച് അറിഞ്ഞത്. ഇന്നർവേഴ്സ് ഒഴികെയുള്ള വസ്ത്രങ്ങൾ, ടോയ്സ്, ഫർണിച്ചറുകൾ, ബാഗ്സ്, അങ്ങനെ എല്ലാം ഗൂഞ്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എനിക്കിന്ന് ഇത്രയും വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റിയത് നല്ലൊരു സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ചത് കൊണ്ടാണെന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഉദ്ദേശത്തിൽ നൽകുന്ന ഈ വസ്ത്രങ്ങളൊക്കെയും അങ്ങനൊരു സാഹചര്യത്തിലല്ലാത്തൊരു വീട്ടിലേക്കാണ് എത്തുന്നത് എന്നും ചിന്തിച്ചപ്പോൾ എടുത്ത വസ്ത്രങ്ങളെല്ലാം ഒന്നുകൂടെ സോർട്ട് ചെയ്തു. നൂലോ ബട്ടൺസോ പൊട്ടാത്ത, വളരെ കുറച്ച് തവണ ഉപയോഗിച്ച, ഇന്നേവരെ ഉപയോഗിക്കാത്ത, നിറം മങ്ങാത്ത, പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ മാത്രം എടുത്ത് കഴുകി ഉണക്കി എടുത്തു വെച്ചു. എൻ്റെ മകൻ്റെ മുഖത്തുണ്ടാകുന്ന അതേ പുഞ്ചിരി ഏതോ നാട്ടിലുള്ള ഇനി ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ മുഖത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. മനുഷ്യൻ്റെ പല നിസ്സഹായാവസ്ഥകളെയും കുറിച്ച് ചിന്തിച്ചു. എറണാകുളം വള്ളത്തോൾ ജംഗ്ഷനിലാണ് ഗൂഞ്ചിൻ്റെ ഓഫീസ് വരുന്നത്. നിങ്ങളാൽ കഴിയുന്ന വിധം മറ്റൊരാൾക്കൊരു സഹായം എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൂഞ്ചിലേക്ക് പോകാം. ഒരു കാര്യം കൂടി വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നശിച്ചതും ഉപയോഗശൂന്യവുമായ ഒരു സാധനവും കൃത്യമായി ഡിസ്പോസ് ചെയ്യാൻ ഇടം കിട്ടാത്തവർക്കുള്ള ഓപ്ഷൻ അല്ല ഗൂഞ്ച്. ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരു മനുഷ്യന് ശരീരം മറക്കാനും വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ നിങ്ങളിലൂടെ കൈമാറാനുള്ള ഒരിടം മാത്രമാണത്.